അരുണാചൽ പ്രദേശിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ 17 പേർക്ക് ദാരുണാന്ത്യം. 21 തൊഴിലാളികളുമായി പോയ ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. അരുണാചൽ പ്രദേശിൽ ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപമാണ് അപകടമുണ്ടായത്. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, 21 പേർ യാത്ര ചെയ്തതിൽ 17 പേർക്കും ദാരുണാന്ത്യം. എങ്ങനെയാണ് അപകടമുണ്ടായത്? ശ്രുതി, ഇപ്പോൾ പുറത്തുനിന്ന് വിവരപ്രകാരം അരുണാചൽ പ്രദേശിലെ അഞ്ച്വയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് 9-ാം തീയതി പുലർച്ചെ അപകടം ഉണ്ടായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ഉള്ളത്. അതിൽ നിന്ന് 13 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിലാണ് ഈ അപകടം. വലിയ കൊക്കയിലേക്ക് ബസ് മറിയുകയായിരുന്നു. തൊഴിലാളികളുമായി പോയ ബസ്സാണ് മറിഞ്ഞത്. അതിന് പിന്നാലെ ഇത്തരത്തിൽ 21 പേരെ കാണാതായിരുന്നു. ഈ 21 പേരെ വേണ്ട തെരച്ചിലിനിടയിൽ ഇപ്പോൾ 13 പേരെ കണ്ടെത്തി. ഇവരുടെ മരണം സ്ഥിരീകരിച്ചു. ബാക്കിയുള്ള ആളുകളും മരിച്ചിരിക്കാം എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഇവിടെ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അപകട കാരണം എന്നുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടന്നു വരികയാണ് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എന്താണെങ്കിലും ഈ പുലർച്ചെ ആയതുകൊണ്ട് ഒരു നിമിഷം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ കാഴ്ചാപരിധി കുറഞ്ഞതാണോ അപകട കാരണം? അരുണാചൽ പ്രദേശിലേക്ക് ഇപ്പോൾ അത്യാവശ്യം മഞ്ഞുള്ള സമയമാണ്. പുലർച്ചെ ആയതുകൊണ്ട് ഒരു നിമിഷം കാഴ്ചാപരിധി കുറഞ്ഞതൊക്കെ ആകാം അപകട കാരണം എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എത്തിയിട്ടില്ല. മൊത്തം 21 പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. അതിൽ 13 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നു. ബാക്കി ആളുകൾ മരിച്ചിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് വേണ്ടി തിരച്ചിൽ ആ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ് എന്നാണ്. പ്രത്യേകിച്ച് ഈ വലിയ കൊക്കയിലേക്ക് വന്നപ്പോൾ താഴെ ഒരു പുഴയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ പുഴയിൽ ചില ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്, ഒഴുകിപ്പോയ സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. എന്താണെങ്കിലും ഇതുമായിട്ടുള്ള വിശദാംശങ്ങൾ ഇനിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വരാനുണ്ട്. മുഴുവൻ ആളുകളും മരിച്ചതായ സൂചനയും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നു. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ശ്രുതി, അരുണാചൽ പ്രദേശിലാണ് ഈ ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടായത്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.